കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. ആ അപകടത്തിൽപ്പെട്ട ബസ്സാണ് എനിക്ക് പിറകിൽ കാണുന്നത്. ബസ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ ഒരു മരണസംഖ്യ ഒന്നിൽ നിന്നും മഹാഭാഗ്യം എന്ന് മാത്രമാണ് ഈ ബസ്സിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. പൂർണ്ണമായും ബസ്സിൻ്റെ ചേസിസും അതിൻ്റെ ഷാസിയും ഒക്കെ വേർപെട്ട് ചക്രം വേറെടുത്ത് ബോഡി വേറെടുത്ത് എന്നുള്ള അവസ്ഥയിലായിരുന്നു. അബ്ദുൾ റഫീഖ് ഈ ഒരു സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് എന്നോടൊപ്പം ചേരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബസ്സിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇതിലും അധികം ഉണ്ടെന്ന് തോന്നിപ്പോകും. തീർച്ചയായിട്ടും. ഇന്നലെ ഞായറാഴ്ച 10:30 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയുള്ള സമയത്താണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വിളിക്കുന്നത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ഓടിയെത്തിയപ്പോഴും ഫസ്റ്റിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളുടെ മരണപ്പെട്ട പയ്യന് നേരെ താഴെ കമന്ന് കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരാൾ ശരിക്കും കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ. കാരണം അയാളുടെ ഈ നാവി ഭാഗത്ത് ഈ ബസ്സിൻ്റെ ഈ സീറ്റിൻ്റെയും അതുപോലത്തെ ടോപ്പിലെ കമ്പികൾ കയറിയിട്ട് നാവിൻ്റെ ഇവിടെ ജാമായി നിൽക്കുക. അയാൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. നമ്മൾ പരമാവധി നമ്മളും ഈ കുറ്റിപ്പുറം ടാക്സി ഡ്രൈവർമാർക്ക് പരമാവധി പരിശ്രമിച്ച് നോക്കി. കാരണം കമ്പി ആയതുകൊണ്ട് നമുക്ക് അകത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. മാക്സിമം നമ്മൾ ആളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ട എല്ലാ ഇതും കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടാണ് ലാസ്റ്റ് നമ്മളെ ഫയർഫോഴ്സ് വന്നത്. ഫയർഫോഴ്സിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഈ സൈഡിലുള്ള കമ്പിയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഈ ആള് കുടുങ്ങിക്കിടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇതിലാണ് ആൾ കുടുങ്ങിക്കിടുന്നത്. ഈ ഭാഗത്ത് ഇതിൽ അയാളുടെ ബാക്കും അതുപോലെ നാവി ഭാഗവും കൂടെ കുടുങ്ങിക്കിടന്നിട്ട് നമുക്ക് എടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരു രക്ഷയില്ല. നമ്മൾ ഈ കമ്പിയൊക്കെ പിടിച്ച് വലിച്ചാലൊന്നും കിട്ടാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഈ കമ്പിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഈ കമ്പി കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ആളെ റിലീസ് ചെയ്യുന്നത്. ആ സമയത്ത് ആളുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റ ഡൗൺ ആയിരുന്നു. നല്ല എനർജിയുള്ള ഒരാൾ മെല്ലെ മെല്ലെ അയാളുടെ 2 കാലും സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അയാൾക്ക് സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി. ലാസ്റ്റ് അയാൾ പറ്റ ഡൗൺ ആയി. ആ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മളാളെ പുറത്തേക്ക് എടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ആൾക്കാർ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരാണെങ്കിലും ശരി, പോലീസിന്റെ സപ്പോർട്ട്, അതുപോലെ ഫയർഫോഴ്സും പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ പറഞ്ഞ റൂട്ടിൽ തന്നെ അവരൊന്ന് കമ്പി കട്ട് ചെയ്ത് വേറെ എവിടേക്കും അവർ വൈഡായില്ല. ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇതേപോലെ കുടുങ്ങി കിടക്കായിരുന്നു. ഈ തലകിഴായി മറിഞ്ഞത് ഇല്ല. ഇപ്പൊ സംഭവം നടന്ന സമയത്ത് തന്നെ ഈ ഗ്ലാസുകളൊക്കെ പൊട്ടിയിരുന്നു. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഒരു വേ കിട്ടി, ബാക്ക് സൈഡിൽ കൂടി വേ കിട്ടി. പിന്നെ കുടുങ്ങിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് ഇങ്ങോട്ട് ഒടിഞ്ഞ പോകുകൊണ്ട് ഇയാൾ മാത്രം കുടുങ്ങിയുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റി. ഇയാൾ മാത്രം കുടുങ്ങി എന്നുള്ള ഒരു സങ്കടമാണ്. കാരണം നമുക്ക് അയാളുടെ ജീവൻ മാക്സിമം രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആളെ സപ്പോർട്ട് ചെയ്ത് അയാളുടെ കാല് തളർന്നപ്പോൾ ഞങ്ങൾ കാല് ഒഴിഞ്ഞു കൊടുത്തിട്ട് ചൂടാക്കി മൂപ്പര് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തു. കാരണം മാക്സിമം മൂപ്പര് നമ്മളെ കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം ആ ആളെ അതിന് കൈ പിടിച്ചിരുന്നു. കാരണം രക്ഷിക്കുക എന്ന് മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ. നമ്മൾ രക്ഷിക്കുന്നുണ്ട്, നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരുന്നു. മാക്സിമം നമ്മളോട് സഹകരിച്ച്. പിന്നെ ആൾ പറ്റ മിണ്ടാണ്ടായി. അപ്പോൾ കുറഞ്ഞു മിണ്ടാതെ എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രീത്തൊക്കെ പോയി. ആ അവസ്ഥയിലാണ് ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ മരിച്ചത് വാഹനത്തിന് പുറത്ത് പോയ ആളാണ്, വീണ ആളാണ്. ഈ മരണപ്പെട്ട ആളെന്ന് പറഞ്ഞത് വാഹനത്തിന് പുറത്ത് സൈഡ് ഗ്ലാസ് കൂടെ പുറത്ത് വന്നിട്ട് കമന്ന് കിടക്കുകയാണ്. ആൾ പിന്നെ ആ സ്പോട്ട് ഡെത്താണ്. കാരണം അയാളുടെ തലഭാഗം മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ കഴുത്തിൻ്റെ ഈ ഭാഗം മൊത്തം അറ്റുപോയിട്ടുണ്ടായിരുന്നു. അതാണ് ആൾക്ക് മെയിനായിട്ടുള്ള. ശരീരത്തിൽ ചെറിയ മുറിവുകൾ മാത്രമേ ഉള്ളൂ. ഈ കഴുത്തിൻ്റെ ഈ ഭാഗം മൊത്തം അറ്റുപോയിരുന്നു. ഈ ഭാഗം തല പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. കമ്പി ഈ പോസ്റ്റ്, അതായത് ഈ വണ്ടി ഇടിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ട് അവിടെ. അതായത് ഈ ഹൈവേൻ്റെ ലൈറ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ 2 ഈ മറ്റേ അതിൻ്റെ നെറ്റ് ബോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് പുറത്തേക്ക്. ഈ ഭാഗത്ത് ഇങ്ങനെ ക്രാക്ക് ചെയ്തിട്ടാണ് ഇയാളുടെ തലഭാഗം പൊട്ടിയിട്ടുള്ളത്. അങ്ങനെ നേരെ ഇയാൾ ഗ്ലാസ്സിൽ കൂടെ കമ്മന്ന് തെറിച്ചു വീണു. ആൾ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ ആരും പുറത്ത് വന്നിട്ടില്ല. അങ്ങക്ക് ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഈ അപകടം ഉണ്ടായപ്പോൾ ബസ് വളരെ വേഗത്തിലായിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. ശരിക്കും എന്താണ് അപകടത്തിൽ നയിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഈ നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പും ഒരു അപകട മേഖലയാണ് ഈ കൈലാസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ ദേശീയപാത പുതിയ നിർമ്മാണം കഴിഞ്ഞതോട് കൂടിയിട്ടും അപകടങ്ങൾക്കൊരു മാറ്റമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു വളവാണ്. ഈ വളവ് നേരെ സ്ട്രൈറ്റ് വരുന്ന വണ്ടികൾ തന്നെ നല്ല സ്പീഡിൽ വേഗതയിലാണ് വരുന്നത്. ഈ വളവും കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സമയത്താണ് നമ്മളെ ഈ എൻട്രിയിൽ കിട്ടുന്നത്. ഈ എൻട്രി കിട്ടുന്ന സമയത്ത് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്നൊരു വണ്ടി കയറുന്നുണ്ടെന്ന് കാണാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം 3 ലൈന് വരുന്നത് പെട്ടെന്ന് 2 ലൈനിലേക്ക് ചുരുങ്ങാണ്. ഈ ചുരുങ്ങുന്ന സമയത്ത് ഈ വരുന്ന ഡ്രൈവർ വളരെ കൺഫ്യൂഷനിലാണ്. നമ്മൾ ഏത് ട്രാക്കിൽ പോകണമെന്ന്. കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ROBയിലേക്ക് എത്തുന്ന ആ സമയം വരും. പിന്നെ ട്രാക്ക് ചുരുങ്ങി. പിന്നെ നേരെ പോകുന്നത് നമ്മൾ പാലത്തിലേക്കാണ് കയറുന്നത്. ഈ സമയത്ത് ഏത് ഡ്രൈവർമാർക്കും കൺഫ്യൂഷനാണ്. കഴിഞ്ഞ മാസം ഇവിടെ ഒരു ലോറി കാരണം
8-9 വണ്ടികളാണ് ഇടിച്ച് 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട്. അതിൻ്റെ മുമ്പും ഇത് ചെറിയ ചെറിയ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരണത്തോതുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവാധീനം കൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൽ നമുക്ക് നിർഭാഗ്യവര ആളും മരണപ്പെട്ടു. കാരണം ഇത്ര ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒരാൾ മരിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് ദുഃഖത്തോടെയാണ് പറയുന്നത്. കാരണം മറ്റുള്ള ആളുകളെ നമുക്ക് ഇതിൻ്റെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അപകടത്തിന്റെ ദൃശ്യം കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടി ഇടിക്കുന്നു, പിന്നെ പോയിട്ട് സെൻറ്റർ അമരയാണ്, അതിന് സെൻറ്റർ ഒടിയാണ്. ആ സമയത്ത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ കൂടുതൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ള ധാരണയാണ്. പക്ഷേ ആളുകളെല്ലാം പുറത്തു പോയപ്പോഴാണ് നമ്മൾ ഇയാളിലേക്ക് പിന്നെ വേറെ എവിടെയും നമ്മൾ ചിന്തിച്ചില്ല. നമ്മൾ പറഞ്ഞ ആ ട്രാക്കിൽ തന്നെ ഫയർഫോഴ്സ് വന്നു. കാരണം നമ്മൾ അത്രയും സമയം ഇരുന്നപ്പോൾ ഇയാൾ എവിടെയാണ് ലോക്ക് അയക്കണേ, എങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടെത്തി. വന്ന പാടെ നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് റിലീസ് ചെയ്തു. ഇതിൽ റോഡിന്റെ അശാസ്ത്രീയതയും ഇനി അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് നമുക്ക് ദേശീയപാതയോട് പറയാനുള്ളത് വെച്ചെങ്കിൽ ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് ബോർഡെങ്കിലും ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ്. സ്പീഡ് ഗവർണറായിട്ട് ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ ഇല്ല. കാരണം 100-120 സ്പീഡിലാണ് ബസ്സുകൾ പോകുന്നത്. നമ്മൾ എല്ലാ സമയങ്ങളിലും ഇവിടെ കാണുന്നതാണ്. ലോക്കൽ റോഡിൽ പോവാതെ ഫുൾ ഹൈവേ ആണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇവർ സമയം എന്നുള്ള സാധനം ഇവരെ കയ്യിൽ ഇല്ല. സമയം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം 1 മണിക്കൂറിന് പകരം 3/4 മണിക്കൂർ കൊണ്ട് അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. അമിത വേഗതയാണ്. പിന്നെ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ലോക്കൽ സ്റ്റോപ്പുകളിൽ ഈ ആളുകൾ ഇറക്കുന്നത് ഹൈവേയിലാണ്. അത് വലിയൊരു അപകടമാണ്. കാരണം ആളുകൾക്കറിയില്ല, ആളുകൾ നേരെ ക്രോസ് ചെയ്തിട്ടാണ് ഈ റോഡ് മുറിഞ്ഞു കിടക്കുന്നത്. അതും വലിയൊരു അപകടത്തിന് കാരണമാകും. അപ്പോൾ പരമാവധി പോലീസ് അധികാരികളാണെങ്കിലും RTO വിഭാഗമാണെങ്കിലും ഇവർ ലോക്കൽ റോഡ് തന്നെ ഇവർ കൈകാര്യം ചെയ്യണം. അപ്പോഴേ നമുക്കൊരു 60-40 സ്പീഡിൽ ഈ വണ്ടിനെ കിട്ടുള്ളൂ. യെസ്, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പരിഹരിക്കും വേണം. അത് മാത്രമല്ല ഇവിടെ ഈ ROB അതായത് ഈ താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ ROB വരെയുള്ള ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള വാർണിംഗ് ബോർഡുകളും സ്പീഡ് ഗവർണറുകളും അതുപോലെ തന്നെ റോഡുകളിലെ ചെറിയ ഹമ്പുകൾ, ചെറിയ മൈനോട്ട് ഹമ്പുകളും സ്ഥാപിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇനി അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സ്ഥിരമായിട്ട് നമ്മളാണ് ഈ ഒരു മേഖലയിലുള്ള ആളുകൾ. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളിലൊക്കെ ഞാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു സങ്കടം ഉണ്ട് ആ കാര്യങ്ങൾ കാണുമ്പോൾ. ചെറുപ്പക്കാരനായ ഒരു 31 വയസ്സുകാരനായ ആളാണ് മരണപ്പെട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അനുഭവത്തോടെ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ അപകട മേഖലയാകുന്നു, അതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം, ഒപ്പം ബസ്സുകളുടെ വേഗപ്പാച്ചിലിന് നിയന്ത്രണം വരുത്തേണ്ടതിന് ആവശ്യകത കൂടിയാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന്റെ ഓർമ്മകൾക്കൊപ്പം പങ്കുവച്ചത്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.